ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഒരു ചെറിയ ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചെറിയൊരു യുദ്ധം നടന്നിട്ടുണ്ട്. യുദ്ധമെന്ന് വിളിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ചെറിയൊരു യുദ്ധം. അപ്പോൾ ആ ഒരു യുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ 10th ലെവൽ പ്രിലിമിനറി ആയാലും KES എക്സാം ആയിക്കഴിഞ്ഞാലും വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ്. പക്ഷേ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് 1, 2, 3 പോയിന്റുകൾ മാത്രമേ ഓർത്ത് വയ്ക്കാനുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു പോയിന്റുകൾ എന്ന് നമുക്കൊന്ന് വേഗത്തിൽ നോക്കി വരാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KES ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് KES എക്സാമിനും മറ്റ് PSC എക്സാമിനും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് കാർഗിൽ യുദ്ധത്തെക്കുറിച്ചാണ്. 1999 എന്നുള്ള കാർഗിൽ യുദ്ധത്തെക്കുറിച്ച്. അപ്പോൾ കാർഗിൽ എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് സാഹചര്യത്തിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ വലതുവശത്തുള്ള ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ലൈൻ ഓഫ് കൺട്രോൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മുൻ ക്ലാസ്സുകളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ ഓഫ് കൺട്രോൾ നിങ്ങൾക്ക് മാപ്പിൽ കാണാൻ പറ്റും. ആ ലൈൻ ഓഫ് കൺട്രോൾ എന്ന് എഴുതിയതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കാർഗിൽ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം മാർക്ക് ചെയ്തിട്ടില്ലേ? ഈ ഒരു കാർഗിൽ ഭാഗത്ത് കുറേ ആൾക്കാർ, അതായത് പാകിസ്ഥാനിൽ നിന്നും അല്ലെങ്കിൽ പാക് ഒക്യുപ്പൈഡ് കാശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ, തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയും അത് ഇന്ത്യൻ ആർമിക്ക് അറിവ് ലഭിക്കുകയും ചെയ്തു. അപ്പോൾ 1999 ഇത്തരത്തിൽ മുജാഹിദീൻ്റെ കടന്നുകയറ്റം ഉണ്ടായപ്പോൾ അത് പാകിസ്ഥാൻ ആർമിയുടെ സപ്പോർട്ടോടു കൂടിയാണ് എന്ന് ഇന്ത്യൻ ആർമിക്ക് മനസ്സിലായി. അവർ അതിനെതിരെ ശക്തമായിട്ട് തിരിച്ചടിക്കുകയും ചെയ്തു. അപ്പോൾ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശത്ത്, ആ ഒരു ചെറിയ പ്രദേശത്ത് ചുറ്റിപ്പറ്റി ചെറിയൊരു യുദ്ധം അല്ലെങ്കിൽ ചെറിയൊരു കൺഫ്ലൻറ്റേഷൻ അല്ലെങ്കിൽ ചെറിയൊരു കോൺഫ്ലിക്റ്റ് രൂപപ്പെടുകയും ഈ ഒരു കോൺഫ്ലിക്റ്റിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഏറ്റുമുട്ടലിനെയാണ് കാർഗിൽ കോൺഫ്ലിക്റ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ വലിയൊരു യുദ്ധം എന്നൊന്നും വിളിക്കാൻ പറ്റുകയില്ല. ചെറിയൊരു ഏരിയയിൽ കാർഗിലിലെ ഈ ഒരു ചെറിയ പ്രദേശത്ത് നടന്ന ഒരു ഏറ്റുമുട്ടലാണ്. എങ്കിലും നമ്മൾ കാർഗിൽ വാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. 1999. നിങ്ങൾ വർഷം ഓർത്തു വെക്കണം. കാർഗിൽ വാർ 1999. അപ്പോൾ 1971 അതായത് ബംഗ്ലാദേശ് ലിബറേഷൻ വാറിന് ശേഷമാണ് ഇന്ത്യയിൽ പാകിസ്ഥാൻ്റെ സപ്പോർട്ടോടുകൂടിയുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നടന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന ഒരു യുദ്ധമാണിത്. അപ്പോൾ ഈ ഒരു യുദ്ധം അത്ര വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 3 മാസത്തോളം പീരീഡ്. 1999 മെയ് മാസം, ജൂൺ മാസത്തിലൊക്കെ ആയിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ തിരിച്ചടിക്കുകയും ഏകദേശം 1999 ജൂലൈ 26 ഇന്ത്യയുടെ ഭാഗത്തുള്ള ലൈൻ ഓഫ് കൺട്രോളിൻ്റെ ഇന്ത്യയുടെ ഭാഗത്തുള്ള എല്ലാ പ്രദേശങ്ങളും തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതായത് കയറിയ മുജാഹിദീൻസിനെയൊക്കെ വധിക്കുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചോടിപ്പിക്കുകയോ ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ടെറിട്ടറി, അതായത് അവർ കയറി വന്ന ഭാഗങ്ങളൊക്കെ തിരിച്ചു പിടിച്ചതോടെ ഈ ഒരു പ്രശ്നം അവിടെ അവസാനിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു സമയത്ത് പാകിസ്ഥാനിൽ വളരെ വ്യത്യസ്തമായ മറ്റൊരു സാഹചര്യം നടക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ആർമിയായിരുന്നു അവിടുത്തെ ഭരണം കൺട്രോൾ ചെയ്തിരുന്നത് എന്നാണ്. അവിടുത്തെ പ്രധാനമന്ത്രിയെ ആർമി മാറ്റി നിർത്തുകയും അതായത് തുറുങ്കലിൽ അടക്കുകയും അതിനുശേഷം ആർമിയാണ് ഇതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തത് എന്നാണ്. അതിനുശേഷം ഈ ഒരു ഗവൺമെൻറ്റിനെ അങ്ങ് ഒഴിവാക്കുകയും ആർമിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പട്ടാള ഭരണം വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആർമി ജനറലിൻ്റെ പേര് നമ്മൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും. പർവേസ് മുഷാറഫ് എന്നാണ്. അതായത് കുറച്ച് കാലം മുമ്പേ വരെ അവിടുത്തെ പ്രസിഡൻ്റൊക്കെ ഇദ്ദേഹം തന്നെയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു വ്യവസ്ഥ. അതായത് പട്ടാള ഭരണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആർമിയുടെ കയ്യിലേക്ക് കൺട്രോൾ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 2 or 3 കാര്യങ്ങൾ മാത്രമാണ്. ഒന്ന്, കാർഗിൽ വാർ നടന്നത് 1999 അപ്പോൾ അതിൽ ഇന്ത്യൻ ജയിച്ച ദിവസം 1999 ജൂലൈ 26 നമ്മൾ ഇന്ത്യയുടെ വിജയ് ദിവസമാണ്. വിജയ് ദിവസ്. പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു വിജയ് ദിവസ് പഠിച്ചിട്ടുണ്ട് 1971 യുദ്ധത്തിൽ. അപ്പോൾ ഈ ഒരു വിജയ് ദിവസത്തെ നമ്മൾ കാർഗിൽ വിജയ് ദിവസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടത് വിജയ് ദിവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1971 ലിബറേഷൻ ഓഫ് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള വിജയ് ദിവസ് ആണ്. അപ്പോൾ കാർഗിൽ വിജയ് ദിവസ് എന്ന് പറഞ്ഞാൽ 26 ജൂലൈ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു ദിവസം ആ ഒരു യുദ്ധത്തിൽ ബ്രേവറിയായ, അതായത് ധൈര്യവാന്മാരായ നമ്മുടെ പട്ടാളക്കാരുടെ, വീരമൃത്യു മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യം നമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു 26 ജൂലൈ ആണ് കാർഗിൽ വിജയ് ദിവസ് എന്ന്
ഓർത്ത് വെക്കണം. അപ്പോൾ ഇതൊരു ചെറിയൊരു ക്ലാസ്സാണ്. അപ്പോൾ നമ്മൾ അവസാനമായിട്ട് പാകിസ്ഥാനുമായിട്ട് നടന്ന പ്രധാനപ്പെട്ട ഈ യുദ്ധത്തെക്കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് കാർഗിൽ വാർ 1999 അതിൽ വലിയ ഒന്നുമില്ല, ഒരു കോൺഫ്ലിക്റ്റ് ആയിരുന്നു. അപ്പോൾ അത് വിജയിച്ചത് 1999 ജൂലൈ 26-ന്. അപ്പോൾ അത് നമ്മൾ കാർഗിൽ വിജയ് ദിവസ് ആയിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറയുന്ന വിഷയം നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഏകദേശം 1964 നിന്നും നമ്മൾ പിന്നീട് യുദ്ധങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് വിദേശ കാര്യത്തെ കൈകാര്യം ചെയ്താണ് നമ്മൾ ഇതുവരെ 99-ലെത്തിയിരിക്കുന്നത്. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ രാജ്യത്ത് ഭരണപരമായ മാറ്റങ്ങളും ഒരുപാട് കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ചാൽ നാഷണൽ എമർജൻസി 1975 അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഒരു വിഷയത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നതായിരിക്കും അടുത്ത ക്ലാസ് മുതൽ. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ അധികം പോയിന്റുകളൊന്നുമില്ല. കാർഗിൽ യുദ്ധം 1999 എന്താണ് സംഭവം എന്നൊന്ന് മനസ്സിലാക്കുക. കൂടാതെ കാർഗിൽ വിജയ് ദിവസ് 1999 ജൂലൈ 26 കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി പരമാവധി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.